മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീയായ പാഞ്ചാലിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. ഇത് വെറും പുരാണകഥ അല്ല, നമ്മുടെ ജീവിതത്തിനുള്ള വലിയ പ്രചോദനമാണിത്. അവൾ പൊതുസഭയിൽ വഞ്ചിക്കപ്പെട്ടു. രാജയോഗ്യരായ എല്ലാ പുരുഷന്മാരും മൗനമായിരുന്നു. അവൾ എതിർത്തു, ചോദിച്ചു, ഇതെല്ലാം ശരിയാണോ? അതൊന്നും ഹീനതയല്ല, മറിച്ച് അതാണ് ധൈര്യം. ശബ്ദമുയർത്തിയ ഒരു സ്ത്രീ അതിനുശേഷം മഹാഭാരതത്തിന്റെ ദിശ തന്നെ മാറ്റി. പാഞ്ചാലി ഒരിക്കലും ഖം കൊണ്ടു തളർന്നില്ല. അവളെ ഇടിഞ്ഞുപോകാൻ ശ്രമിച്ചു, പക്ഷേ അവൾ അതിലേക്കല്ല വളർന്നത്. പകരം ഓരോ വേദനയും ഓരോ അപമാനവും അവളെ ആന്തരികമായി ശക്തിയാക്കി. ആ കാട്ടിലെ 13 വർഷം രാജ്ഞിയാകാതെ വെറും സ്ത്രീയായ ജീവിതം അവൾ ക്ഷീണപ്പെട്ടില്ല. എതിർപ്പുകൾക്കിടയിലൂടെയും അവൾ മുന്നോട്ടു നോക്കി. പാഞ്ചാലി നമ്മെ പഠിപ്പിക്കുന്നത് ഒരാളുടെ ആത്മബലം എത്ര മഹത്തായിരിക്കും എന്നതാണ്. പിറകെ നിന്ന് കരയുന്നവളല്ല അവൾ, മുന്നേറി മാറ്റം സൃഷ്ടിച്ചവളാണ്. അതിന്റെ ഫലമാണ് കുരുക്ഷേത്ര യുദ്ധം വരെ എത്തിയത്. അവളില്ലായിരുന്നുവെങ്കിൽ ആ യുദ്ധം ഉണ്ടായേക്കുമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും പാഞ്ചാലി പോലുള്ള നിമിഷങ്ങൾ ഉണ്ടായേക്കാം, അപമാനവും നിരാകരണവും മാനങ്ങളായ സഹകരണങ്ങളും. പക്ഷേ അതൊന്നും നമ്മെ നിർവീര്യമാക്കേണ്ട. പാഞ്ചാലിയെപ്പോലെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്വയം വിശ്വസിച്ചാൽ മതി. ലോകം തീർച്ചയായും മാറും. ഇതൊക്കെ നമുക്ക് പറയുന്നത് ശക്തി എന്നത് ശരീരത്തിലല്ല, അതാണ് മനസ്സിലും ധൈര്യത്തിലും. അതിനാലാണ് പാഞ്ചാലി ഇന്നും നമുക്ക് പ്രചോദനമായി നിലനിൽക്കുന്നത്.